പരിശുദ്ധ മാതാവ് വഴി ഈശോയിലേക്കും ഈശോയുടെ അനുഗ്രഹ സൗഖ്യങ്ങൾ മക്കളിലേക്ക് എത്തിക്കുന്ന ശ്രേഷ്ഠമായ ദൈവിക പദ്ധതിക്കായി വിളിക്കപ്പെട്ട വൈദിക ശ്രേഷ്ഠനാണ് VP ജോസഫ് അച്ഛൻ. സ്വർണം മൂർച്ചയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ അച്ഛനെയും ദൈവം ദൈവിക പരിപാലനത്തിനായി ശുദ്ധീകരിച്ച സംഭവം അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത രീതി നോക്കുക. ഈശോയ്ക്ക് വേണമെങ്കിൽ അറിവും വിജ്ഞാനവുമുള്ള അനേകരെ ശിഷ്യരായി തിരഞ്ഞെടുക്കുവാൻ അന്ന് കഴിയുമായിരുന്നു. എന്നാൽ ഈശോ സാധാരണക്കാരിൽ സാധാരണക്കാരായ മുക്കുവന്മാരെയായിരുന്നു തിരഞ്ഞെടുത്തത്. രാവേറെ ചെല്ലുവോളം കടലിൽ കാറ്റും കോളും വെയിലും കൊണ്ട് പണിയെടുത്തിട്ടും ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന മത്സ്യത്തൊഴിലാളികളായിരുന്നു ഈശോയുടെ ശിഷ്യന്മാരിൽ പലരും. VP ജോസഫ് അച്ഛൻ വൈദികനാവുമോ എന്ന് സംശയിച്ചിരുന്നു. അനേകം പ്രതിബന്ധങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പല കാരണങ്ങളാൽ വൈദിക സെമിനാരിയിൽ നിന്നും പ്രവേശനം ലഭിക്കാതെ ഒടുവിൽ ലഭിച്ച പല മാറാരോഗങ്ങളാൽ അച്ഛൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവുമോ എന്ന് ശങ്കിച്ച നാളുകൾ. കൂട്ടുകാർ പലപ്പോഴും അച്ഛൻ്റെ രോഗപീഠകളെ ആശങ്കയാൽ നോക്കിയിരുന്നു. അച്ഛനായി ഒരു വർഷമെങ്കിലും ജീവിക്കാൻ അനുവദിക്കണേ എന്നായിരുന്നു ജോസഫ് അച്ഛൻ്റെ അന്നാളുകളിലെ പ്രാർത്ഥന. ദൈവമേ, ഒരു വർഷമെങ്കിലും നിൻ്റെ വേല ചെയ്യാനുള്ള ജീവൻ എനിക്ക് തരണമേ എന്ന് അച്ഛൻ അന്നാളുകളിൽ സെമിനാരി പഠനകാലത്ത് കർത്താവിനോട് നേരം വെളുക്കുന്നത് വരെ ആലുവ പെരിയാർ നദിയുടെ തീരത്തുള്ള സെമിനാരി കെട്ടിടത്തിൻ്റെ മുകൾ തട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. വൈദികനായി ആദ്യ നാളുകളിൽ അച്ഛൻ കൊച്ചനായിരുന്ന കാട്ടൂർ ഇടവ പള്ളിയിൽ അച്ഛനെ കാത്ത് വീണ്ടും ദൈവിക ശുദ്ധീകരണം സംബന്ധിച്ച ഇടപെടൽ നടന്നു. ഈസ്റ്റർ കാലത്ത് അച്ഛനും പള്ളിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരും പള്ളിയിലെ ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. അന്നേരം അച്ഛൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായ സിസ്റ്ററമ്മ അച്ഛനും കൂട്ടുകാരികൾക്കുമായി ഒരു ജാർ നിറയെ വൈൻ കൊടുത്തു. സാധാരണ വൈൻ ആണെന്ന് കരുതി അച്ഛനും കൂട്ടരും അത് കഴിച്ചു. എന്നാൽ അത് 5 വർഷം പഴക്കമുള്ള വീര്യമേറിയ വൈനായിരുന്നു. അച്ഛനും കൂട്ടരും അത് കഴിച്ചു ഛർദ്ദിച്ചു. അച്ഛൻ മദ്യപാനിയാണെന്ന ധാരണ ഇടവകയിലും ബിഷപ്പിൻ്റെ ചെവിയിലും എത്തി. തെറ്റിദ്ധാരണയുടെ പുറത്ത് അച്ഛനെ ഇടവക ജനങ്ങൾ ഒന്നാകെ കുമ്പസാരത്തിൽ നിന്നും മറ്റു തിരുക്കർമ്മങ്ങളിൽ നിന്നും അകറ്റി നിർത്തി. അച്ഛൻ ആകെ തളർന്നുപോയി. സ്വന്തം അൽമയർ തന്നെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് തിരുക്കർമ്മങ്ങളിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ചത് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. അന്നേരമാണ് പണ്ടെന്നോ വായിച്ച ഒരു പുസ്തകത്തിലെ വാചകം അച്ഛന് ഓർമ്മ വന്നത്. വൈദികന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ അഭയം തേടണം. അച്ഛൻ ഒരു മാസം രാവും പകലുമില്ലാതെ ജപമാല ചൊല്ലാൻ ആരംഭിച്ചു. അച്ഛൻ്റെ മേടയിൽ ഇരുണ്ട മുറിയിൽ മാതാവിനൊപ്പം ജപമാല സമർപ്പിച്ച ദിനങ്ങൾ തള്ളി നീക്കിയപ്പോൾ ദൈവം അച്ഛൻ്റെ കരങ്ങളെ പിടിച്ചു. ഇടവകയിൽ ഒരമ്മച്ചി ആദ്യമായി അച്ഛനെ തൻ്റെ ഭവനത്തിൽ ജപമാല ലുത്തിനെ അർപ്പിക്കാൻ വിളിച്ചത് മറ്റൊരു നിയോഗമായിരുന്നു. വെളിച്ചത്തിലേക്ക് പ്രവേശിച്ച ഒരു കുഞ്ഞിനെ പോലെ അച്ഛൻ സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ചു. ആ ഭവനത്തിൽ പരിശുദ്ധ മാതാവിൻ്റെ 2 തിരുസ്വരൂപങ്ങൾ കണ്ടപ്പോൾ അച്ഛൻ മനസ്സിൽ ഓർത്തു, അമ്മ മാതാവിൻ്റെ ഒരു രൂപം തനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ. അച്ഛൻ്റെ ഇംഗിതം മനസ്സിലാക്കി ആ അമ്മച്ചി അച്ഛന് മേടിലെത്തി മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം നൽകി. സത്യത്തിൽ അതൊരു തിരുസ്വരൂപമായിരുന്നു. എന്നാൽ പ്രതീകാത്മകമായി അമ്മ തന്നെയാണ് അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഇടവക ജനം അച്ഛൻ്റെ കുമ്പസാരം ബഹിഷ്കരിച്ചപ്പോൾ പുറത്തുനിന്നും വിശ്വാസികളും പ്രാർത്ഥനാ കൂട്ടായ്മകളും അച്ഛൻ്റെ അടുക്കൽ വന്ന് കുമ്പസാരിക്കാൻ തുടങ്ങി. കർത്താവ് വിലക്കിയ തിരുക്കർമ്മത്തിൽ നിന്നും തന്നെ അച്ഛനെ കൂടുതൽ തീക്ഷ്ണതയോടെ ശുദ്ധീകരിച്ചെടുത്ത സംഭവമായിരുന്നത്. ഒരിക്കൽ കുമ്പസാരിക്കാൻ എത്തിയ ഒരു ബിരുദ വിദ്യാർത്ഥിനിയെ വല്ലാത്ത ദുർഗന്ധം. അച്ഛൻ കാര്യങ്ങൾ തിരക്കിയപ്പോൾ തൻ്റെ 2 കാലുകളും അച്ഛന് കാണിച്ചു കൊടുത്തു. സോറിയാസിസ് പോലെ പഴുത്തുപൂർണമായ കാലുകൾ. ദുർഗന്ധം പുറത്തു വരാതിരിക്കാൻ അവൾ 3 പാവാട ഒന്നിനു മുകളിലേ അണിഞ്ഞിരുന്നു. എന്നിട്ടും ദുർഗന്ധം പുറത്തു വന്നിരുന്നു. അന്നേരം അച്ഛന് ദൈവപ്രേരണയാൽ അവളുടെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അച്ഛൻ നിലത്ത് മുട്ടുകുത്തി നിന്ന് പഴുത്തുവൃണമായ അവളുടെ കാലുകളിൽ കൈവച്ചു. അച്ഛൻ്റെ സമീപം മാതാവിൻ്റെ തിരുസ്വരൂപമുണ്ട്. മാതാവിനോട് മധ്യസ്ഥം അപേക്ഷിച്ചു യേശുവിൽ സൗഖ്യം നൽകണമേ എന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ച അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാനായി വലിയ ജനക്കൂട്ടം. അതുകൊണ്ട് അച്ഛനും ആകെ അമ്പരന്നു പോയി. ആ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ആ പെൺകുട്ടി. അവൾക്ക് പരിപൂർണ സൗഖ്യം ഈശോ നൽകിയിരുന്നു. സോറിയാസിസിൻ്റെ ഒരു പാട് പോലും ഇല്ലാതെ അവളുടെ സൗഖ്യം
അവൾ തന്നെ പറഞ്ഞറിയിച്ച് കുമ്പസാരിക്കാൻ എത്തിയവരായിരുന്നു ആ വലിയ ജനകൂട്ടം. കൃപാസന മാതാവിൻ്റെ ആദ്യത്തെ അത്ഭുത സൗഖ്യം അതായിരുന്നു. പിന്നീട് അച്ഛൻ ദൈവിക പരിപാലനത്തിനായി ഉയർത്തപ്പെട്ടു. ഇന്നിപ്പോൾ അച്ഛനിലൂടെയും കൃപാസന മാതാവിൻ്റെ കൃപയാലും അനേകം സൗഖ്യങ്ങൾ, വിടുതൽ സാക്ഷ്യങ്ങൾ കൃപാസന മേജൻ കൂടാരത്തിൽ ഏതു നേരം മുഴങ്ങി കേൾക്കുന്നു. കാരണം അച്ഛനെ ദൈവം ഉയർത്തിയത് അനേകം മക്കളെ ഈശോയിലേക്ക് മാതാവിലൂടെ കൈപിടിച്ച് വഴി നടത്തുന്ന അനുഭവങ്ങളുടെ പാതയിലേക്കാണ്.